അപ്പം നമ്മുടെ ഇന്നത്തെ കഥ ലോകമെമ്പാടുള്ള സ്പൈ ത്രില്ലേഴ്സിന് ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് കൊടുത്ത ഒരു ഗംഭീര സിനിമ. ആ സിനിമയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, ദി ബോൺ ഐഡന്റിറ്റി. ഈ സിനിമയെക്കുറിച്ച് അറിയാത്തവരായിട്ട് വളരെ ചുരുക്കമായിരിക്കും. കാരണം അത്രയും മാരക സിനിമയാണ്. ഇന്നത്തെ കാലത്തുള്ളൊരു സ്പൈ ത്രില്ലർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഫീൽ അടിക്കും. ഇത് ബോൺ ഐഡന്റിറ്റിയുടെ ഒരു സാധനമാണല്ലോ, അല്ലെങ്കിൽ ബോൺ ഫ്രാഞ്ചൈസുകളുടെ ഒരു സാധനമാണല്ലോ. അങ്ങനൊരു തോട്ട് ഇന്നും കൊണ്ടുവരണമെങ്കിൽ ആ സിനിമ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടാവും. കുറച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ശവം കിട്ടുന്നു, അതും കടലീന്ന്. പിന്നീടാണ് അവർ മനസ്സിലാക്കുന്നത് അയാൾ മരിച്ചിട്ടില്ല എന്ന്. അങ്ങനെ അയാൾക്ക് ബോധം വരുന്നു. എന്നാൽ അയാൾ ആരാണെന്നോ എന്താണെന്നോ ഈവൻ അയാളുടെ പേര് പോലും അയാൾക്ക് ഓർമ്മയില്ല. ആൻഡ് അയാളെ കൊല്ലാനായിട്ട് ഒരു പടയാണ് വരുന്നത്. ഇതാണ് ഈ ഒരു സിനിമയുടെ വൺ ലൈൻ. തൽക്കാലം ഇത്ര മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഒന്ന് ശ്രദ്ധിച്ചിരുന്ന് കാണാൻ ശ്രമിക്കുക, കാരണം കൺഫ്യൂസ് ആവാൻ ചെറിയൊരു ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല, ഇതൊരു വൺ പാർട്ട് മൂവിയല്ല. ഈ ബോൺ ഐഡന്റിറ്റി ഒരു തുടക്കം മാത്രമാണ്. ഇത് വലിയൊരു ഫ്രാഞ്ചൈസ് ആണ്. ഏകദേശം 5-6 പടങ്ങാണ്ടുണ്ട്. സോ ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും പറയാം. സോ സെക്കൻഡും തേർഡും ഫോർത്തും ഫിഫ്ത്തും ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം, നിങ്ങൾ പറയുകയാണെങ്കിൽ മാത്രം. നിങ്ങൾ പറയാണ്ടിരുന്നാൽ എനിക്കത് അറിയാനും പറ്റില്ല. സോ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ലേഖാക്കുന്നില്ല, നേരെ സിനിമയിലേക്ക് കടക്കാം. മെഡിറ്ററേനിയൻ സീ, നല്ല കാറ്റും മഴയുണ്ട്. കുറച്ച് മത്സ്യത്തൊഴിലാളികൾ അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് വരുന്നു. ആ സമയത്താണ് ഞെട്ടിക്കുന്നൊരു കാഴ്ച കാണുന്നത്. ആ കടലിൽ ഒരു ശവം കിടക്കുന്നു. അയാളുടെ ദേഹത്താണെങ്കിൽ ഒരു ലൈറ്റ് ഉണ്ട്, അതുകൊണ്ട് മാത്രമാണ് സ്പോട്ട് ചെയ്യുന്നത്. അങ്ങനെ ഇവർ വേഗം തന്നെ അയാളെ ബോട്ടിലേക്ക് വലിച്ചു കയറ്റുന്നു. മരിച്ചു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അയാളുടെ കൈയനങ്ങുന്നത്. ഇവരപ്പം തന്നെ അകത്തോട്ടെടുക്കുന്നു. ഇവരുടെ കൂടെ ഒരു ഡോക്ടർ ഉണ്ട്. സോ വേഗം തന്നെ ട്രീറ്റ്മെന്റ് ആരംഭിച്ചു. നോക്കുമ്പോൾ ഇയാളുടെ മുതുകിലായിട്ട് ബുള്ളറ്റ് ഉണ്ട്. ഡോക്ടർ ആകെ ഞെട്ടിയിരിക്കുകയാണ്. ഒരാളുടെ ദേഹത്ത് ബുള്ളറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇതെന്തോ വലിയ പ്രശ്നമാണ്. അങ്ങനെ ഈ ഡോക്ടർ വേഗം തന്നെ സർജറി ആരംഭിച്ചു. തൻ്റെ കയ്യിലുള്ള മെഡിസിൻസും ബാക്കിയുള്ള കാര്യങ്ങളും വെച്ച് സർജറി പൂർത്തിയാക്കി. അപ്പോഴാണ് അയാളുടെ ഹിപ്പിലായിട്ട് ഒരു സാധനം കാണുന്നത്, അതും അണ്ടർ ദി സ്കിൻ. ഡോക്ടർ അപ്പം തന്നെ ആ സാധനം പുറത്തെടുക്കുന്നു. നോക്കുമ്പോൾ ഒരു ലേസറാണ്. സുറിക് എന്ന് പറയുന്ന സ്ഥലത്തെ ഏതോ ബാങ്കിലെ ഡെപ്പോസിറ്റ് ബോക്സിന്റെ നമ്പറാണ്. പെട്ടെന്നാണ് ഇയാൾക്ക് ബോധം തിരിച്ചു വരുന്നതും ഡോക്ടറുടെ കഴുത്തിന് കയറി പിടിക്കുന്നതും. അയാളാകെ പാനിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഞാനിതെവിടെയാ? ഇത് ഏതാ സ്ഥലം? സാർ വയലന്റ് ആവല്ലേ, ഞങ്ങളാണ് നിങ്ങളെ രക്ഷിച്ച്. നിങ്ങളാരാ? ഈ ലേസർ നിങ്ങളുടെ ഹിപ്പിലുണ്ടായിരുന്നതാണ്. ബുള്ളറ്റ്, ലേസർ, എന്താ ഇതിൻ്റെ ഒക്കെ അർത്ഥം? പറ, താനാരാ? തൻ്റെ പേരെന്താ? ഇത് കേട്ടേക്ക് ഇങ്ങേരാണെങ്കിൽ ഒരൊറ്റ കാര്യം മാത്രമാണ് പറയുന്നത്, അറിയില്ല. അയാളുടെ പേരോ വീടോ എന്താ സംഭവിച്ചതെന്നോ ഒന്നും അയാൾക്ക് ഓർമ്മയില്ല. മൊത്തം ബ്ലാങ്ക് ആയിട്ടാണ് ഇരിക്കുന്നത്. പെട്ടെന്നാണ് ബോധം പോകുന്നത്. ഇതേ സമയം CIA ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അലക്സാണ്ടർ. ഇയാളാണ് ഇവിടുത്തെ ഹെഡ്. അലക്സാണ്ടർ ആണെങ്കിൽ ഭയങ്കര ടെൻഷനിലാണ്. ഈ സമയത്താണ് ഒരു ഓഫീസർ അവനെ കാണാൻ വരുന്നത്. സർ, കൺഫേമായി, നമ്മളുടെ ദൗത്യം പരാജയപ്പെട്ടു. ഇത് കേട്ടേക്ക് അങ്ങേർക്കാണെങ്കിൽ ദേഷ്യം വരുന്നു. ആൻഡ് അയാളുടെ കയ്യിലായിട്ട് ഒരു ലക്ഷറി ബോട്ടിന്റെ ഫോട്ടോ ഉണ്ട്. അതും നോക്കിയിരിക്കുകയാണ് അലക്സാണ്ടർ. എന്തായിരിക്കും ആ ദൗത്യം? അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കടല് കാണിക്കുന്നത്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. താൻ ആരാന്നുള്ളതിന്റെ ഉത്തരം അയാൾക്ക് ഇത്രയും ദിവസമായിട്ടും ഓർമ്മ വന്നിട്ടില്ല. കരയെത്തുന്നത് വരെ ഈ മത്സ്യത്തൊഴിലാളികളെ സഹായിച്ച് കൂടെ നിൽക്കുന്നു. അവൻ സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് താൻ ആരാന്ന്. എന്നാൽ അയാൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്, എഴുതാൻ പറ്റുന്നുണ്ട്, മത്സ്യത്തൊഴിലാളികളുടെ ഭാഷയായ ഇറ്റാലിയൻ ഭാഷ അറിയാം. അങ്ങനെല്ലാം തനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നുണ്ട്. പക്ഷെ ആരാണ് താൻ? അതാണ് പ്രശ്നം. അങ്ങനെ അവർ കരയിലെത്തി. തൻ്റെ ദേഹത്തുണ്ടായിരുന്ന സുറിക്കിലെ ബാങ്ക് അക്കൗണ്ട്, അത് മാത്രമാണ് ഇനി ഏകയുള്ള രക്ഷ. പക്ഷെ അങ്ങോട്ട് പോകാൻ പൈസയുടെ ആവശ്യമുണ്ട്. അപ്പോഴാണ് ഡോക്ടർ കുറച്ച് ക്യാഷ് കൊടുത്ത് സഹായിക്കുന്നത്. ഇവൻ ചിലപ്പോൾ ക്രിമിനലാകാം, തീവ്രവാദിയാകാം, ആരും ആകാം. പക്ഷെ ഓർമ്മയില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഡോക്ടർ സഹായിക്കുന്നത്. അങ്ങനെ അവൻ സുറിക്കിലേക്ക് യാത്ര തിരിച്ചു. എന്നാൽ രാത്രിയായിട്ടുണ്ട്. ഈ സമയത്ത് എന്തായാലും ബാങ്ക് ഉണ്ടായിരിക്കില്ല. സോ തൽക്കാലം ഒരു പാർക്കിനകത്ത് കിടന്നുറങ്ങുന്നു. അപ്പോഴാണ് പോലീസുകാർ വരുന്നത്. രാത്രി ഇവിടെ കിടന്നുറങ്ങാൻ പാടില്ല എന്നും പറഞ്ഞിട്ട്. അവരാണെങ്കിൽ ജർമ്മൻ ഭാഷയാണ് സംസാരിക്കുന്നത്. പക്ഷെ ആ ഭാഷയും അവനക്ക് നന്നായിട്ടറിയാം. അങ്ങനെ ഈ പോലീസുകാർ ID ആണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരു സാധനം അവൻ്റെ കയ്യിലില്ലല്ലോ. പന്തികേട് തോന്നിയ പോലീസുകാര് അവനെ തല്ലാനാ നിൽക്കുന്നത്. പെട്ടെന്നാണ് അവരുടെ ലാത്തിയും പിടിച്ച് രണ്ടെണ്ണത്തിൻ്റെയും അണ്ടം കലക്കുന്നത്. അതും വളരെയധികം ഈസി ആയിട്ട്. അണ്ടം കലക്കാന്ന് മാത്രമല്ല, അവരുടെ ഗണ്ണെടുക്കുന്നു, ബുള്ളറ്റും മാറ്റുന്നു. ഒരു ഗംഭീര ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ് ആണ് പുള്ളിക്കാരൻ കാഴ്ചവെച്ച്. ഓട്ടോമാറ്റിക്കലി ചെയ്തു പോകുന്നതാണ്.
ഞാനിപ്പോൾ എന്താ കാണിച്ചതെന്നും കരുതി ആകെ അന്താളിച്ച് നിൽക്കുകയാണ് പുള്ളിക്കാരൻ. അങ്ങനെ അവൻ വേഗം തന്നെ സ്ഥലം വിടുന്നു. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, അവനൊരു പ്രൊഫഷണൽ ഫൈറ്ററാണ്. ഇതേ സമയം CIA ആണ് കാണിക്കുന്നത്. വംബോസി എന്ന് പറയുന്ന ഒരു ഫോമർ ആഫ്രിക്കൻ ഡിക്റ്റേറ്റർ. CIA ചെയ്യുന്ന ഇല്ലീഗൽ കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യാനിരിക്കുകയാണ് വംബോസി. അയാളുടെ കയ്യിൽ തെളിവുകളുണ്ട്, എല്ലാം പുറത്തു കൊണ്ടുവരും എന്നൊക്കെയാണ് വംബോസി മീഡിയാസിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അയാൾ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. വംബോസിയെ കൊല്ലാനായിട്ട് ഒരു അമേരിക്കൻ ഏജന്റിനെ CIA നിയമിച്ചിട്ടുണ്ട്. തലനാരിഴക്കാണ് താൻ രക്ഷപ്പെട്ട്. ഇതെല്ലാം കേൾക്കുന്ന അമേരിക്കൻ അധികാരികൾ ആകെ കിളി പോയിട്ടാണ് ഇരിക്കുന്നത്. അവരാരും അങ്ങനൊരു ഏജന്റിനെ നിയമിച്ചിട്ടില്ല. എന്നാൽ ഈ സീനിയർ ഓഫീസറിന് ഇതിനകത്ത് പങ്കുണ്ട്. ഇയാളുടെ പേരാണ് സാമുവൽ. അങ്ങനെ സാമുവൽ അലക്സാണ്ടറിനെ കാണാൻ പോകുന്നു. എടോ, താനൊക്കെ കൂടെ എന്താണ് ചെയ്യുന്നത്? ത്രെഡ് സ്റ്റോൺ ആണോ ഇതിന് പിന്നിൽ? യെസ് സാർ. വംബോസിയെ ടാർഗറ്റാക്കിയതും കൊല്ലാൻ നോക്കിയതും ഞങ്ങളാ. പക്ഷെ ആ ദൗത്യം പരാജയപ്പെട്ടു. ത്രെഡ് സ്റ്റോൺ ഏജന്റിനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഉറപ്പായിട്ടും കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചില്ലെങ്കിൽ കാര്യങ്ങളെല്ലാം കയ്യിന്ന് പോവും. പറഞ്ഞില്ലാന്ന് വേണ്ട. സോ എന്താണ് ത്രെഡ് സ്റ്റോൺ? അതാണ് രണ്ടാമത്തെ ചോദ്യം. ഇതേ സമയം സുറിക്കാണ് കാണിക്കുന്നത്. അവൻ ബാങ്കിലെത്തുന്നു. ഇവന്റെ കയ്യിൽ അക്കൗണ്ട് നമ്പറിൽ ഒരു സേഫ് ഡെപ്പോസിറ്റ് ബോക്സ് ഉണ്ട്. പക്ഷെ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫിംഗർ പ്രിന്റ് വേണം. ഫിംഗർ വെച്ചിട്ടെങ്ങാനും കിട്ടിയില്ലെങ്കിൽ അകത്താവും. എന്നാൽ ഫിംഗർ എല്ലാം കറക്റ്റ് ആവുന്നു. അങ്ങനെ ബോക്സ് തുറന്നു. ഈ ബോക്സിന് 2 അറകളുണ്ട്. ഒന്നാമത്തെ അറയിൽ ഒരു പാസ്പോർട്ടും വാച്ചും കുറച്ച് സാധനങ്ങളും ഉണ്ട്. അങ്ങനെ പാസ്പോർട്ട് ഒന്ന് ചെക്ക് ചെയ്യുന്നു. അതിനകത്തുണ്ട് തൻ്റെ അഡ്രസ്സും പേരും. ജെയ്സൺ ബോൺ, പാരീസിലാണ് ജീവിക്കുന്നത്. സോ തൻ്റെ പേരെന്താന്ന് മനസ്സിലായി. ഇനി താൻ ആരാന്നും എന്താന്നും കണ്ടെത്തണം. അപ്പോഴാണ് രണ്ടാമത്തെ അറയൊന്ന് തുറക്കുന്നത്. അതിനകത്താണെങ്കിൽ കെട്ടുകണക്കിനാണ് ക്യാഷ് ഇരിക്കുന്നത്. പിന്നൊരു ഗണ്ണുണ്ട്. അത് മാത്രമല്ല, ഫേക്ക് പാസ്പോർട്ടുകളും ഉണ്ട്. ബ്രസീൽ, കാനഡ, റഷ്യ എന്ന് വേണ്ട സകലമാന രാജ്യങ്ങളുടെയും പാസ്പോർട്ടുണ്ട്. എല്ലാത്തിലും വേറെ വേറെ പേരുകളാണ്. അതിനകത്ത് മൈക്കിൾ കെയ്ൻ എന്ന് പറയുന്നൊരു പേരുണ്ട്. ആ പേര് അവൻ എവിടെയോ കേട്ടിട്ടുണ്ട്. അങ്ങനെ ജെയ്സൺ ഗണ്ണൊഴികെയുള്ള എല്ലാ സാധനങ്ങളും ഒരു ബാഗിലേക്ക് മാറ്റുന്നു, തിരിച്ചു പോകുന്നു. ഈ സമയത്താണ് ബാങ്കിലെ ജീവനക്കാരൻ അലക്സാണ്ടറിനെ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ പുറത്തേക്കെത്തി. എന്നിട്ട് ആദ്യം തന്നെ ടെലിഫോൺ ഓഫീസിലേക്ക് വിളിച്ച് ജെയ്സൺ ബോൺ എന്ന് പറയുന്ന ആളുടെ നമ്പർ കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ സ്വന്തം നമ്പറും കിട്ടി. അപ്പോഴാണ് ഇങ്ങേരുടെ പിന്നാലെ പോലീസുകാർ വരുന്നത്. ഇന്നലെ രാത്രി 2 എണ്ണത്തിനെ പഞ്ഞിക്കിട്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ പോലീസുകാർ ഒരിക്കലും ഇവനെ വെറുതെ വിടാൻ പോകുന്നില്ല. അങ്ങനെ ജെയ്സൺ മുന്നോട്ട് പോകാൻ ആരംഭിക്കുന്നു. പോലീസുകാർ അവൻ്റെ പിന്നാലെ തന്നെയുണ്ട്. ആ സമയത്താണ് എന്തോ ഭാഗ്യത്തിന് അമേരിക്കൻ എംബസി കാണുന്നത്. താനൊരു അമേരിക്കനാണ്, തൽക്കാലം ജീവിക്കുന്നത് പാരീസിലാന്ന് മാത്രം. അങ്ങനെ വേഗം തന്നെ എംബസിയിലോട്ട് കയറുന്നു. അങ്ങോട്ടെന്തായാലും പോലീസുകാർക്ക് പ്രവേശനമല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മെറി എന്നൊരു സ്ത്രീ എംബസിയിൽ കിടന്ന് ബഹളം വെക്കുന്നത്. അവളുടെ സ്റ്റുഡൻറ് വിസയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ നൂലാമാലയുണ്ട്. അതും പറഞ്ഞാണ് തർക്കം. ജെയ്സനാണെങ്കിൽ ടെൻഷനിലാണ് നിൽക്കുന്നത്. എംബസിയിൽ എത്ര നേരം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ളത് അറിയില്ല. ഈ സമയത്താണ് അവിടെയുള്ള ഓരോ ഓഫീസർമാരും അവനെ വല്ലാത്തൊരു നോട്ടം നോക്കുന്നത്. ഒന്നില്ലെങ്കിൽ അലക്സാണ്ടർ, അല്ലെങ്കിൽ പോലീസ്. എന്തു തന്നെയായാലും ജെയ്സൺ ബോണിനെ അറസ്റ്റ് ചെയ്യാനിരിക്കുകയാണ് എംബസി. ഇത് മനസ്സിലാക്കിയ ജെയ്സൺ പതുക്കെ പതുക്കെ മുന്നോട്ട് പോകുന്നു. എന്നാൽ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. കൈ രണ്ടും മേളിലേക്ക് ഉയർത്താനാ ഓഫീസർമാർ പറയുന്നത്. പിന്നെ പറയണ്ടല്ലോ, അവന്മാരുടെ കാര്യത്തിൽ ഒരു തീരുമാനാക്കുന്നു, ഗണ്ണെടുക്കുന്നു. ഇതൊക്കെ കണ്ട എംബസി പിന്നെ വെറുതെ ഇരിക്കോ? അവിടെയുള്ള മുഴുവൻ പോലീസും ജെയ്സന്റെ പിന്നാലെ പോകുന്നു. ജെയ്സൺ വേഗം തന്നെ ബിൽഡിങ്ങിന്റെ മുകളിലേക്കാണ് പോകുന്നത്. അപ്പോഴാണ് ഒരുത്തൻ അങ്ങോട്ട് വരുന്നത്. ഇത് കണ്ടേക്ക് ജെയ്സൺ അടിച്ചിടുന്നു, റേഡിയോ സ്വന്താക്കുന്നു. റേഡിയോ കയ്യിലുണ്ടെങ്കിൽ പോലീസുകാർ ഏത് വഴിയാണ് വരിക എന്നുള്ളത് അറിയാൻ പറ്റും. അങ്ങനെ പോലീസുകാർ കയറാത്ത പല വഴികളിലൂടെ അവൻ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവനെ പിടിക്കാനായിട്ട് മിലിറ്ററിയാണ് അകത്ത് കയറുന്നത്. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. മിലിറ്ററിയുടെ ശ്രദ്ധ തെറ്റിച്ച് ചുവരി പിടിച്ച് പതുക്കെ പതുക്കെ താഴേക്കിറങ്ങുന്നു. സോ തൽക്കാലം രക്ഷപ്പെട്ടു. ഇതേ സമയം അലക്സാണ്ടർ വിരളി പിടിച്ചിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അസിസ്റ്റന്റ് പറയാണ്, സർ, സുറിക്കിലെ ബാങ്കിൽ അവൻ ചെന്നിട്ടുണ്ട്. അവൻ്റെ ബോക്സും പിൻവലിച്ച് സാധനവും കൊണ്ടാണ് പോയിട്ടുള്ളത്. പക്ഷെ ഗണ്ണ് മാത്രം കൊണ്ടുപോയിട്ടില്ല. അതെന്തുകൊണ്ടാ? ഈ ഇൻഫോർമേഷൻ തന്നതാരാ? ബാങ്കിൽ തന്നെ വർക്ക് ചെയ്യുന്ന നമ്മുടെ സോഴ്സാണ് തന്നത്. അവൻ എന്തുകൊണ്ടാണ് ഗണ്ണെടുക്കാത്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ അവൻ ചത്തൂന്ന് കേട്ടപ്പോൾ ഒന്ന് സന്തോഷിച്ചതാ ഞാൻ. അതില്ലാണ്ടായി. ഇതേ സമയം ജെയ്സൺ ബാഗുമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോഴാണ് മെറിയെ കാണുന്നത്. അവളുടെ കയ്യിലാണെങ്കിൽ ഒരു പഴയ മിനി കൂപ്പർ ഉണ്ട്. അത് കണ്ടേക്ക് ഇങ്ങേർക്കൊരു ഐഡിയ. എംബസിയിൽ മെറി ഉണ്ടാക്കിയ തർക്കത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, പൈസക്ക് നല്ല ആവശ്യമുണ്ട്. സോ ജെയ്സൺ അതങ്ങ് മുതലെടുക്കുന്നു. എടോ, തനിക്ക് ക്യാഷിന് അത്യാവശ്യമുണ്ടെന്ന് തന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഞാനൊരു $10,000 തന്നാൽ എന്നെ പാരീസിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ?
ജെയ്സൺ ബോൺ എന്ന പാസ്പോർട്ടിൽ താൻ ജീവിക്കുന്നത് പാരീസിലാണ്. അത് മാത്രമല്ല, ആ പാസ്പോർട്ട് മാത്രമാണ് ഒന്നാമത്തെ അറയിലുണ്ടായിരുന്നത്. അതുകൊണ്ട് അതായിരിക്കാം ഒറിജിനൽ പാസ്പോർട്ട്. അതായത് പാരീസ് എന്നുള്ള അഡ്രസ്സ് സത്യമാവാൻ ചാൻസ് ഉണ്ട്. ഇവളാണെങ്കിൽ പറ്റത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഓരോ പോലീസ് വണ്ടി പോകുമ്പോഴും ജെയ്സൺ മുഖം മറയ്ക്കുന്നു. അത് കണ്ടേക്ക് ഇവൾക്ക് എന്തൊക്കെയോ ഉടായ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പറ്റത്തില്ല എന്ന് പറയുന്നത്. എന്നാൽ 20,000 ഓഫർ ചെയ്യുന്നത്. പണം അതിൻ്റെ മുകളിലൊന്നുമില്ല. പിന്നെ പറയണ്ടല്ലോ, അവളുടെ മിനി കൂപ്പറും കൊണ്ട് നേരെ പാരീസിലേക്ക് യാത്ര തിരിച്ചു. ഇവിടെ അലക്സാണ്ടറും ബാക്കിയുള്ള ഓഫീസർമാരും കൂടെ സകലമാന CCTV ആണ് ചെക്ക് ചെയ്യുന്നത്. പിന്നെ പോരാത്തതിന് ഫ്ലൈറ്റ്, ബസ്, റെയിൽവേ അങ്ങനെ എല്ലാത്തിൻ്റെയും ടിക്കറ്റും പാസഞ്ചർ ലിസ്റ്റും നോക്കുന്നു. എന്നാൽ അതിലൊന്നും ജെയ്സൺ ബോൺ എന്ന് പറയുന്ന പേരില്ല. ഈ സമയത്താണ് ഇവർക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നത്. ഇന്നലെ രാത്രി പോലീസിനെ പിടിച്ച് കൊട്ടിയതും ഇന്നത്തെ എംബസി പ്രശ്നവും. ഇതായിരുന്നു ആ ഇൻഫർമേഷൻ. അങ്ങനെ അലക്സാണ്ടർ പറയാണ്, എല്ലാത്തിനും ആക്ടിവേറ്റ് ചെയ്യ്. സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ ഉള്ളിൽ ജെയ്സൺ ബോണിന്റെ ശവം എനിക്ക് കാണണം. ഇത് കേട്ടേക്ക് ബാക്കിയുള്ള ഓഫീസർമാരാണെങ്കിൽ ഒരു ഏജന്റ് പ്രോഗ്രാമാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ജെയ്സൺ ബോൺ ഒരു ടാർഗറ്റായിട്ട് മാറുന്നു. പ്രൊഫസർ, മെൻഹയം, കാസൽ എന്നീ കോഡ് നെയിംസുള്ള ഏജന്റുമാരാണ് ജെയ്സനെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. ആൻഡ് ജെയ്സന്റെ കയ്യിലുണ്ടായിരുന്ന അതേ പെട്ടികൾ ഈ ഏജന്റുമാരുടെ കയ്യിലുമുണ്ട്. പണം, ഗണ്ണ്, പാസ്പോർട്ട്. ചുരുക്കി പറഞ്ഞാൽ ജെയ്സൺ ബോണും അവരും തമ്മിൽ എന്തൊക്കെയോ സാമ്യതകളുണ്ട്. ഇതേസമയം മെറിയും ജെയ്സനും കൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. ജെയ്സൺ ഇത്രയും നേരമായിട്ടും ഒരക്ഷരം മിണ്ടിയിട്ടില്ല. മെറിക്കാണെങ്കിൽ നല്ല ടെൻഷനുണ്ട്. ടെൻഷൻ വന്നാൽ പുള്ളിക്കാരുത്തി വളവളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. എടോ സോറി, എനിക്ക് ടെൻഷൻ വന്നാൽ ഞാൻ ഇങ്ങനെയാ, ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കും. തനിക്കൊരു ശല്യാണെന്നറിയാം, സോറി. ഒരിക്കലുമല്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾ സംസാരിക്കുമ്പോഴാണ് കുറച്ചേലും സമാധാനം കിട്ടുന്നത്. ഞാൻ ശരിക്കൊന്ന് ഉറങ്ങിയിട്ട് നാളുകളായി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന തലവേദന, അത് മാത്രമാണ് എൻ്റെ തലയിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഏക സാധനം. സാധാരണഗതിയിൽ മെറി സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ടോർച്ചറായിട്ടാണ് ഫീൽ ചെയ്യാറ്. ഇവൾക്കൊന്ന് വാടച്ച് മിണ്ടാതിരുന്നൂടെ, അങ്ങനൊരു അപ്രോച്ചാണ് എല്ലാവർക്കും ഉണ്ടാവുക. ലൈഫിൽ ആദ്യമായിട്ടാണ് മെറിക്ക് ഇങ്ങനൊരു അപ്രോച്ച് കിട്ടുന്നത്. അതുകൊണ്ട് എവിടെയൊക്കെയോ ഒരു ഹാപ്പിനെസ് ഉണ്ട്. അങ്ങനെ ജെയ്സൺ ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും അവൾക്കങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. ഇത് കേട്ടേക്ക് ഇവളാണെങ്കിൽ ഷോക്കായിട്ടിരിക്കുകയാണ്. കൂടെ വരുന്ന ആൾക്ക് സ്വയം അറിയില്ല അയാൾ ആരാന്ന്. കയ്യിലാണെങ്കിൽ ഇത്രയും പൈസ, പിന്നാലെ വരാൻ പോലീസും ഉണ്ട്. ഇതേസമയം CIA ആണ് കാണിക്കുന്നത്. അലക്സാണ്ടറിന് ഒരു ലീഡ് കിട്ടിയിട്ടുണ്ട്. എംബസിയുടെ പുറത്തുനിന്ന് സംസാരിക്കുന്ന ജെയ്സന്റെയും മെറിയുടെയും CCTV ഫൂട്ടേജ്. സോ മെറിയെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും അന്വേഷിച്ചറിയാനാ പറയുന്നത്. അവൾക്കങ്ങനെ ഫാമിലി എന്ന് പറയാൻ ആരുമില്ല. ഒരു മുത്തശ്ശിയുണ്ട്, സ്റ്റെപ്പ് ബ്രദറും ഉണ്ട്. അവരുമായിട്ടുള്ള കോൾ ലോഗും കഴിഞ്ഞ 6 വർഷത്തിൽ മെറി എവിടെയൊക്കെ പോയി, എവിടെയൊക്കെ തങ്ങിയിട്ടുണ്ട് എന്ന് വേണ്ട സകലമാന കാര്യങ്ങളും അന്വേഷിച്ചറിയാനാ പറയുന്നത്. അങ്ങനെ മെറിയുടെയും ജെയ്സന്റെയും ഫോട്ടോ നേരത്തെ പറഞ്ഞ ത്രെഡ് സ്റ്റോൺ ഉണ്ടല്ലോ, അതിന്റെ ഹെഡ് ഓഫീസിലേക്ക് അയച്ചു കൊടുക്കുന്നു. ഹെഡ് ഓഫീസ് എന്ന് പറയുമ്പോൾ കുറെ ജോലിക്കാരൊന്നും ഇല്ലാട്ടാ. നിക്കി എന്ന് പറയുന്ന ഒരു സ്ത്രീയും പിന്നെ കുറച്ച് കമ്പ്യൂട്ടറും, അത്രയേ ഉള്ളൂ. അത്രയും ക്ലാസിഫൈഡ് ആയിട്ടാണ് ത്രെഡ് സ്റ്റോൺ അവർ കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ ഇടയിലാണ് ജെയ്സനും മെറിയും കൂടെ ഫുഡ് കഴിക്കാൻ കയറുന്നത്. എടോ, തനിക്ക് ശരിക്കും ഓർമ്മയില്ല? ഇത് കേട്ടേക്ക് ഇങ്ങേർക്കാണെങ്കിൽ എന്താ പറയേണ്ടതെന്നറിയില്ല. മെറി, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ഈ കഴിക്കുന്ന ഷോപ്പിൽ എത്ര എക്സിറ്റ് ഉണ്ടെന്നും ഫുഡ് സെർവ് ചെയ്യുന്ന സപ്ലയർ ലെഫ്റ്റ് ഹാൻഡഡ് ആണെന്നും അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന തടിമാടൻ്റെ വെയിറ്റ് 225 പൗണ്ട്സ് ആണെന്നും എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ പെട്ടെന്നൊരു അറ്റാക്ക് വന്നാൽ പുറത്ത് കിടക്കുന്ന ട്രക്കിനകത്തൊരു ഗണ്ണുണ്ട്, അത് യൂസ് ചെയ്യാനും പറ്റും. അത് മാത്രമല്ല, പുറത്ത് കിടക്കുന്ന എല്ലാ വണ്ടികളുടെയും നമ്പർ പ്ലേറ്റ് എനിക്കിപ്പം തന്നെ കാണാപ്പാടാ. ഇതൊന്നും ഞാൻ മനഃപൂർവ്വം നോട്ട് ചെയ്യുന്നതല്ല, ഓട്ടോമാറ്റിക്കലി ചെയ്തു പോകുന്നതാ. ഏതൊരു ചെറിയ കാര്യം പോലും ഞാൻ അത്രമേൽ ശ്രദ്ധിക്കും. ആൻഡ് ഞാൻ ആരാന്ന് എനിക്കറിയില്ല. ഞാൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും എൻ്റെ പേരിൽ എങ്ങനെയാണ് ഇത്രയും ക്യാഷ് വന്നതെന്നും എനിക്കറിയില്ല. മെറിയാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ടാകെ കൺഫ്യൂസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ബോണ് ശരിക്കും ആരാ? ക്രിമിനലാണോ, കൊലയാളിയാണോ, കള്ളനാണോ? അറിയില്ല. അങ്ങനെ അവനെയും കൊണ്ട് യാത്ര തിരിച്ചു. ഡെപ്പോസിറ്റ് ബോക്സിൽ നിന്ന് കിട്ടിയ അഡ്രസ്സ് പ്രകാരം ഈ ബിൽഡിംഗ് ആണ് പാരീസിലെ അവൻ്റെ അപ്പാർട്ട്മെന്റ്. അപ്പാർട്ട്മെന്റ് നോക്കുന്ന സ്ത്രീയാണെങ്കിൽ ഇവനെ കണ്ടതും ഒടുക്കത്തെ പരിചയമാണ് കാണിക്കുന്നത്. മിസ്റ്റർ ബോൺ, നിങ്ങൾ എവിടെയിരുന്നു എന്നും പറഞ്ഞ് റൂമിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇവൻക്കാണെങ്കിൽ ഇതൊന്നും കണ്ടതായിട്ട് യാതൊരു ഓർമ്മയില്ല. അങ്ങനെ ഈ സമയത്താണ് കുറച്ച് ബുക്കുകൾ കിട്ടുന്നത്. അതാണെങ്കിൽ ഷിപ്പിങ്ങുമായി ബന്ധപ്പെട്ട ബുക്സാണ്. സോ താനൊരു ഷിപ്പിംഗ് കമ്പനിയിലായിരിക്കാം വർക്ക് ചെയ്തിരുന്നത്. അപ്പോഴാണ് റൂമിനകത്തുള്ള ഫോൺ യൂസ് ചെയ്യുന്നത്. ചുമ്മാ റീഡയൽ ചെയ്ത് നോക്കുന്നുണ്ട്. ആൻഡ് കോള് പോകുന്നത് പാരീസിലെ റെജീന ഹോട്ടലിലോട്ടാണ്. മാം, അവിടെ ജെയ്സൺ ബോൺ എന്ന് പറയുന്ന ആരെങ്കിലും റൂം എടുത്തിട്ടുണ്ടോ എന്നൊക്കെയാണ് ജെയ്സൺ ചോദിക്കുന്നത്. എന്നാൽ അങ്ങനൊരു പേരിൽ ആരും റൂം എടുത്തിട്ടില്ല. അപ്പോഴാണ് പാസ്പോർട്ടുകളുടെ കാര്യം പുള്ളിക്കാരനങ്ങ് ആലോചിക്കുന്നത്.
അത്രയും ഫേക്ക് പാസ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് സ്വന്തം പേര് യൂസ് ചെയ്യാൻ യാതൊരു സാധ്യതയില്ല. അത് മാത്രമല്ല, പാസ്പോർട്ടുകളിൽ അയാൾക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്കായ ഒരു പേരുണ്ട്, മൈക്കിൾ കെയ്ൻ. അങ്ങനെ മൈക്കിൾ കെയ്ൻ എന്ന പേരിൽ ആരെങ്കിലും റൂം എടുത്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോഴാണ് ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അറിയുന്നത്. 2 ആഴ്ചകൾക്ക് മുമ്പ് മൈക്കിൾ കെയ്ൻ എന്ന് പറയുന്ന ഒരാൾ റൂം എടുത്തിട്ടുണ്ട്. പക്ഷെ സങ്കടകരമായിട്ടുള്ള വാർത്ത എന്താന്ന് വെച്ചാൽ, ഈ മൈക്കിൾ കെയ്ൻ ഒരു ആക്സിഡന്റിൽ വെന്ത് മരിച്ചു. മൈക്കിൾ കെയ്ൻ എന്ന പേര് യൂസ് ചെയ്യുന്നത് തന്നെ സാക്ഷാൽ ബോണാണ്. അതായത് മൈക്കിൾ കെയ്ൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയില്ല. അപ്പം പിന്നെ മരിച്ചു എന്ന് പറയുന്നതും ബോഡി കണ്ടു എന്ന് പറയുന്നതും എന്തുകൊണ്ടായിരിക്കും? പിന്നെ പോരാത്തതിന് മൈക്കിൾ കെയ്ൻ്റെ ബ്രദർ വന്ന് സാധനങ്ങളെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ആ ബ്രദറിൻ്റെ നമ്പറോ ഡീറ്റെയിൽസോ ഒന്നും ഹോട്ടലുകാർക്ക് അറിയില്ല. ചുരുക്കി പറഞ്ഞാൽ ജെയ്സൺ ബോൺ മരിച്ചു എന്നാണ് പറയുന്നത്. അവൻ തന്നെയാണല്ലോ മൈക്കിൾ കെയ്ൻ. സോ ആകെ കൺഫ്യൂസ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് മേൻഹയം എന്ന കോഡ് നെയിമുള്ള ഏജന്റ് ഒരു വിൻഡോ തകർത്ത് അകത്ത് കയറുന്നത്. അതും ഒരു മാരക മെഷീൻ ഗണ്ണും കൊണ്ട്. പടാന്നാണ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ജെയ്സനാണേലോ ഒരു വിധത്തിൽ ആ തോക്കങ്ങ് തട്ടിമാറ്റുന്നു. തട്ടിമാറ്റാന്ന് മാത്രമല്ല, പിന്നെ അവിടെ ഗംഭീര ഫൈറ്റാണ്. മെയിൻലി ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ്. മേൻഹൈമിനെ തോൽപ്പിക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമില്ല. കാരണം ജെയ്സനെ പോലെ അങ്ങേർക്കും നന്നായിട്ട് ഫൈറ്റ് ചെയ്യാനറിയാം. അങ്ങനെ മേൻഹയം കത്തിയെടുക്കുന്നു. അവനെ എതിർക്കുന്ന ജെയ്സന് ഒരു പെന്ന് തന്നെ ധാരാളം. അങ്ങനെ ആ പേനയും കൊണ്ട് ഗംഭീര ഫൈറ്റാണ് കാഴ്ചവെക്കുന്നത്. അങ്ങനെ അടിച്ചടിച്ച് ഇഞ്ച പരുവാക്കുന്നു. എടോ താൻ ആരാ, എന്തിനെന്നെ കൊല്ലാൻ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചോദ്യം ചെയ്യാണ് ജെയ്സൺ ബോൺ. പക്ഷെ മേൻഹയം വാ തുറക്കുന്നില്ല. അപ്പോഴാണ് അവൻ്റെ ബാഗ് ഒന്ന് ചെക്ക് ചെയ്യുന്നത്. അതിനകത്ത് 2 ടാർഗറ്റുകളുടെ ഫോട്ടോസ് ഉണ്ട്, ജെയ്സൺ ബോൺ, മെറി. ഇത് കണ്ടേക്ക് മെറിയാണെങ്കിൽ ടെൻഷനാവുന്നു. തന്നെയും കൂടെ കൊല്ലാനാ ലെവൻ വന്നിരിക്കുന്നത്. സോ ആകെ പേടിച്ച് വിറച്ചിട്ടാണ് ഇരിക്കുന്നത്. പറയടാ താൻ ആരാ എന്നും പറഞ്ഞ് സീനാക്കുകയാണ് മെറി. ഒരു വിധത്തിലാണ് ജെയ്സൺ അവളെ പിടിച്ചു മാറ്റുന്നത്. മേൻഹൈമിന് ഒരു കാര്യം വ്യക്തമായി, ജെയ്സനെ എതിർത്ത് നിൽക്കാൻ അവനെ കൊണ്ടാവില്ല. സത്യങ്ങളൊന്നും പറയാനും പാടില്ല. അപ്പം പിന്നെ ഒരേ ഒരു ഓപ്ഷൻ മാത്രം, സൂയിസൈഡ്. പുള്ളിക്കാരൻ ജനാലയും പൊളിച്ച് താഴേക്കങ്ങ് ചാടുകയാണ്. ആൻഡ് അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഒരാളുടെ സൂയിസൈഡാണ് ലൈവായിട്ട് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആകെ കിളി പോയിട്ടാണ് മെറി നിൽക്കുന്നത്. ഒന്നനങ്ങാൻ കൂടെ പറ്റുന്നില്ല. ഒരു വിധത്തിലാണ് ജെയ്സൺ അവളെയും പിടിച്ച് താഴോട്ട് പോകുന്നത്. ഇനി ഇവിടെ നിൽക്കാന്ന് പറയുന്നത് ഒട്ടും സേഫല്ല. അങ്ങനെ വേഗം തന്നെ കാറും കൊണ്ട് രക്ഷപ്പെടുന്നു. ഇതേ സമയം നിക്കി മേൻഹൈമിന്റെ മരണവാർത്ത അലക്സാണ്ടറിനെ അറിയിക്കുന്നു. എത്രയും പെട്ടെന്ന് മേൻഹൈമിന്റെ ബോഡി അവിടുന്ന് മാറ്റാനാ പറയുന്നത്. പക്ഷെ ബോഡി കിടക്കുന്നത് നടു റോട്ടിലാണ്. സോ അത് ക്ലീൻ ചെയ്യാന്ന് പറയുന്നത് നടക്കുന്ന കാര്യമില്ല. ഒരു ഡെഡ് ബോഡിയാണ് മാറ്റാൻ പറയുന്നത്. അതിനർത്ഥം മറ്റുള്ളവർ കാണാൻ ആഗ്രഹിക്കാത്ത എന്തോ ഒരു രഹസ്യം അലക്സാണ്ടറിനും CIA-ക്കും ഉണ്ട്. അങ്ങനെ അലക്സാണ്ടർ പറയാണ്, നിക്കി പോലീസുകാരുടെ റേഡിയോ മെസ്സേജുകൾ നിരീക്ഷിക്കി. അവർ വഴി ചിലപ്പോൾ ബോണിനെ പിടിക്കാൻ സാധിക്കും. ഇതേ സമയം ജെയ്സനാണെങ്കിൽ തൽക്കാലം ക്യാഷ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നു. ഇത്രയും പൈസയും കൊണ്ട് യാത്ര ചെയ്യാന്ന് പറയുന്നത് ഒട്ടും സേഫ് ആയിട്ടുള്ളൊരു കാര്യമില്ല. മെറിക്കാണെങ്കിൽ സ്റ്റിൽ ആ ഷോക്ക് മാറിയിട്ടില്ല. അങ്ങനെ പൈസ സേഫാക്കിയതിനു ശേഷം ജെയ്സൺ കാറിലേക്ക് തിരിച്ചു വരുന്നു. മെറി, താൻ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലോട്ട് പോ. എന്നിട്ട് ഈ പാസ്പോർട്ട് അവർക്ക് കാണിച്ചു കൊടുക്ക്. ഇതല്ലാതെ തന്നെ സേഫാക്കാനുള്ള ഒരു മാർഗം എനിക്കറിയില്ല. സേഫോ? ഏത് സ്റ്റേഷനിൽ പോയാലും ഞാൻ സേഫല്ല. ഞാൻ എംബസിയിലുണ്ടായിരുന്ന ഫോട്ടോ ആണ് കൊല്ലാൻ വന്നവൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അവിടുത്തെ CCTV വിഷ്വൽസ് എടുക്കണമെന്നുണ്ടെങ്കിൽ തൻ്റെ പുറകെ വരുന്നത് ഏതോ വലിയ ടീമാണ്. അതുകൊണ്ട് സ്റ്റേഷനിൽ പോയിട്ടൊന്നും യാതൊരു കാര്യമില്ല. എനിക്കറിയണം ഇതാരാന്ന്. പറ, ഇത്രയും വലിയ ടീം ആരാ? എൻ്റെ പൊന്നുമെറി, എനിക്കറിയാൻ പാടില്ല. ഇവരാരാന്നറിയില്ല. എന്തിനാ കൊല്ലാൻ നോക്കുന്നതെന്നറിയില്ല. എന്തിന് ഈ ഞാൻ ആരാന്ന് പോലും എനിക്കറിയില്ല. അതുകൊണ്ട് പ്ലീസ് എന്നെ ഒന്ന് വിശ്വസിക്ക്. തൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. സ്റ്റേഷനിലോട്ട് പോ. ഞാൻ ഒരിക്കലും പോവില്ല. നീ ആരാന്നറിയണ്ട് ഇപ്പം എൻ്റെയും കൂടെ ആവശ്യമാണ് എന്നും പറഞ്ഞ് രണ്ടും കൂടെ അങ്ങ് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കറക്റ്റ് സമയത്താണ് പോലീസുകാർ കാണുന്നത്. പിന്നെ പറയണ്ടല്ലോ, ജെയ്സൺ രണ്ടും കൽപ്പിച്ച് വണ്ടി അങ്ങെടുക്കുന്നു. ആ മിനി കൂപ്പറും കൊണ്ട് ഒരു ഗംഭീര ചേസാണ് അവിടെ. പോലീസുകാരാണെങ്കിൽ പിന്നാലെ തന്നെയുണ്ട്. പാരീസ് എന്ന് പറയുന്നത് അത്രയും തിരക്കേറിയ സ്ഥലമാണ്. ആളുകളും വണ്ടികളുമായിട്ട് ഒടുക്കത്തെ തിരക്കാണവിടെ. അതിൻ്റെ ഇടയിൽ കൂടെ കാറും കൊണ്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇതൊരു ചെറിയ കാറാണ്, അതുകൊണ്ട് ഏതൊരു ഊട് വഴിയിലൂടെയും ഈസി ആയിട്ട് പോകാൻ സാധിക്കും. അപ്പോഴാണ് പോലീസുകാർ ബൈക്ക് ഇറക്കുന്നത്. കാറും കൊണ്ട് അത്രയും ചെറിയ വഴിയിലൂടെ പോകാന്ന് പറയുന്നത് റിസ്ക് ആണല്ലോ. ബൈക്കാവുമ്പോൾ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. ജെയ്സനാണെങ്കിൽ പോയി സ്റ്റെപ്പടക്കം കാറും കൊണ്ടാണ് ഇറക്കുന്നത്. എന്തിന്? ഫുട്പാത്തിൽ കൂടെയാണ് വണ്ടിയും കൊണ്ട് പോകുന്നത്. അങ്ങനെ ജെയ്സൺ വേഗം തന്നെ ഓപ്പോസിറ്റ് ട്രാക്കിലേക്ക് വണ്ടിയെടുക്കുന്നു. പിന്നെ അവിടെ ആക്സിഡന്റിന്റെ പെരുന്നാളാണ്. ധാരാളം വണ്ടികളാണ് കൂട്ടിയിടിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു പോലീസുകാരനും. ഇനി ഇയാളും കൂടെ ബാക്കിയുണ്ട്. ഒരു വിധത്തിൽ അവന്റെ കാര്യത്തിലും ഒരു തീരുമാനമാക്കുന്നു. അങ്ങനെ വേഗം തന്നെ പാർക്കിങ്ങിലോട്ടാണ് പോകുന്നത്. ഇനി ഈ വണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല, അത്രയും എക്സ്പോസായി.
അതുകൊണ്ട് വണ്ടി ഉപേക്ഷിക്കാനാ അവരുടെ പ്ലാൻ. അങ്ങനെ ഫിംഗർ പ്രിന്റും ബാക്കിയുള്ള കാര്യങ്ങളും നശിപ്പിച്ചതിന് ശേഷം ഒരു മോട്ടലിൽ റൂം എടുക്കുന്നു. ഇതേ സമയം വംബോസിനെയാണ് കാണിക്കുന്നത്. ഒരു മോർച്ചറിയിലേക്കാണ് അങ്ങേര് പോകുന്നത്, അതും മൈക്കിൾ കെയ്നിന്റെ ബോഡി കാണാനായിട്ട്. അതാണെങ്കിൽ കത്തിക്കരിഞ്ഞ നിലയിലാണ്. സോ തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെ വംബോസി ആ മൃതദേഹത്തിന്റെ പുറകിലായിട്ട് ബുള്ളറ്റ് ഉണ്ടോന്നാ ചെക്ക് ചെയ്യുന്നത്. കാരണം മൈക്കിൾ കെയ്നെ വംബോസി ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അതും മെഡിറ്ററേനിയൻ സീയിൽ വെച്ച്. ചുരുക്കി പറഞ്ഞ ജെയ്സൺ ബോണിനെ, വംബോസിയെ കൊല്ലാൻ വന്ന ജെയ്സൺ ബോണിനെ അവൻ ഷൂട്ട് ചെയ്തു മുതുകിലായിട്ട്. പിന്നീടാണ് കടലിൽ പോകുന്നത്. അയാൾക്ക് ഈ ജെയ്സൺ ബോണിന്റെ യഥാർത്ഥ ഐഡന്റിറ്റി അറിയില്ല. മൈക്കിൾ കെയ്ൻ എന്ന വ്യാജ പേരിലാണ് വംബോസിയുമായിട്ട് പരിചയത്തിലാവുന്നത്. കാര്യം പുറത്തറിയാണ്ടിരിക്കാനും വംബോസിയെ തെറ്റിദ്ധരിപ്പിക്കാനും മോർച്ചറിയിൽ മറ്റൊരു ശവം കൊണ്ടുവരുന്നു, സാക്ഷാൽ അലക്സാണ്ടർ. അങ്ങനെ വംബോസി ബുള്ളറ്റ് കൊണ്ട പാടുകളുണ്ടോയെന്ന് ചെക്ക് ചെയ്യുന്നു. ഇല്ല. സോ അങ്ങേർക്ക് മനസ്സിലായി CIA തന്നെ പൊട്ടനാക്കുകയെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് വേഗം തന്നെ അലക്സാണ്ടറിനെ വിളിക്കുന്നത്. സർ, വംബോസിക്ക് മനസ്സിലായി. ഇത് കേട്ടേക്ക് അലക്സാണ്ടർ പ്രൊഫസർ എന്ന കോഡ് നെയിമുള്ള ഏജന്റിനെ ഒരു ദൗത്യം ഏൽപ്പിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോട്ടൽ കാണിക്കുന്നത്. ഇവിടെ മെറിയുടെ ലുക്കേ മാറ്റുകയാണ്. ഇതല്ലാതെ വേറെ മാർഗമില്ല. എന്നാൽ ആ ഒരു പോയിന്റ് വെച്ചിട്ടാണ് അവർ തമ്മിൽ സെക്സിൽ ഏർപ്പെടുന്നത്. എന്തൊക്കെ പറഞ്ഞാലും അവർ പോലും അറിയാണ്ട് അവരുടെ ഇടയിൽ ഒരു ട്രസ്റ്റ് ബിൽഡായിട്ടുണ്ട്. അങ്ങനെ പിറ്റേ ദിവസമായി മെറി ചോദിക്കുകയാണ്, അല്ലടോ ഇനി എന്താ പ്ലാൻ? റെജീന ഹോട്ടൽ, അവിടെയാണ് മൈക്കിൾ കെയ്ൻ ഉണ്ടായിരുന്നത്. അതായത് ഞാൻ അവിടെ പോയിട്ട് തിരക്കിയാലേ കാര്യങ്ങൾക്കൊരു വ്യക്തത കിട്ടുള്ളൂ. അങ്ങനെ ഈ സമയത്താണ് വംബോസിയെ കാണിക്കുന്നത്. പുള്ളിക്കാരൻ ഭയങ്കര ദേഷ്യത്തിലാണ്. CIA ചെയ്യുന്ന ഇല്ലീഗൽ കാര്യങ്ങൾ അയാൾ ലീക്ക് ചെയ്യാനിരിക്കുകയാണ്. ആൻഡ് ജെയ്സൺ ബോണിനെ അയാൾക്ക് കിട്ടണം. പെട്ടെന്നാണ് പ്രൊഫസർ എന്ന് പറയുന്ന ഒരു ഏജന്റ് വംബോസിയെ ജസ്റ്റ് ഒരു സ്നൈപ്പർ വെച്ച് അങ്ങ് തീർക്കുന്നത്. ഇതേ സമയം മെറിയും ജെയ്സണും കൂടെ റെജീന ഹോട്ടലിലെത്തി. മെറിയാണ് ഹോട്ടൽ ബില്ലിന്റെ കോപ്പി എടുക്കുന്നത്. ഈ ബില്ലനുസരിച്ച് മൈക്കിൾ കെയ്ൻ ധാരാളം കോളുകളാണ് ഈ ഹോട്ടലിൽ നിന്ന് വിളിച്ചിട്ടുള്ളത്. എല്ലാ കോളും പോയിരിക്കുന്നത് സിറ്റിയിലെ പലയിടങ്ങളിലെ ഡോഗ് ഷോപ്പിലേക്കാണ്. ഡോഗ് ഷോപ്പ് എന്ന് പറയുന്നത് ബോട്ടുകളൊക്കെ വാങ്ങുന്ന സ്ഥലമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാമുവൽ അലക്സാണ്ടറിനെ കാണാൻ വരുന്നത്. എടോ, വംബോസി കൊല്ലപ്പെട്ടതായിട്ട് റിപ്പോർട്ടുണ്ട്. ആരാ ചെയ്ത്? സാറേ, അതാ ജെയ്സനാ ചെയ്ത്. വംബോസിയെ കൊല്ലാനുള്ള ടാസ്ക്കാണ് ജെയ്സന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവൻ പരാജയപ്പെട്ടു. പ്രോട്ടോകോൾ അനുസരിച്ച് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. സോ അവനത് ചെയ്തു, അത്രയുള്ളൂ. ഇങ്ങേരി നുണ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. വംബോസിയെ കൊന്നില്ലെങ്കിൽ ജെയ്സനെ വെച്ച് വംബോസിയെ കൊല്ലാൻ നോക്കിയ കാര്യം നാട് മൊത്തം പാട്ടാവും. ആൻഡ് ഇവരൊളിപ്പിച്ച് വെച്ചിരിക്കുന്ന ത്രെഡ് സ്റ്റോൺ എന്ന രഹസ്യം ജനങ്ങളറിയും. ഈ ത്രെഡ് സ്റ്റോണെ കുറിച്ചിട്ടുള്ള തെളിവുകളാണ് വംബോസിയുടെ കയ്യിലുള്ളത്. രഹസ്യമായിട്ട് തീർക്കാനാണ് ജെയ്സൺ ബോണിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാലിപ്പോൾ അത് പരസ്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സോ ഈ മരണത്തിൻ്റെ പേരിൽ ഉറപ്പായിട്ടും പല ചോദ്യങ്ങളും ഉണ്ടാവും. ചുരുക്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. ആൻഡ് ഇതെല്ലാം പുറത്തറിയുന്നത് സാമുവലിന് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് മിഷന്റെ കൺട്രോൾ പോയ കാര്യം സാമുവൽ അറിയാതിരിക്കാനാ അലക്സാണ്ടർ നുണ പറയുന്നത്. സർ, ഇനി ജെയ്സൺ മാത്രമുള്ളൂ. അവന്റെ കാര്യം ഞാനേറ്റു. ഇതൊന്നും പുറത്തു പോവില്ല. ഇതേ സമയം നിക്കീനെയാണ് കാണിക്കുന്നത്. പോലീസ് റേഡിയോന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു. അവർ സഞ്ചരിച്ചിരുന്ന മിനി കൂപ്പർ പോലീസുകാർ കണ്ടെത്തി. ഇക്കാര്യം വേഗം തന്നെ അലക്സാണ്ടറിനെയും പ്രൊഫസറിനെ അറിയിക്കുന്നു. അങ്ങനെ ഈ സമയത്താണ് ജെയ്സൺ ഹോട്ടൽ ബില്ലിൽ നിന്ന് കിട്ടിയ നമ്പറിലോട്ടൊന്ന് വിളിച്ചു നോക്കുന്നത്. അലൈൻ സെക്യൂരിറ്റി മെർടൈം എന്ന് പറയുന്ന ഒരു ഡോഗ് കമ്പനിയിലേക്കാണ് കോള് പോയിരിക്കുന്നത്. സോ അങ്ങോട്ട് പോകുന്നു. അവിടെയുള്ള സ്റ്റാഫ് ആണെങ്കിൽ മൈക്കിൾ കെയ്ൻ എന്ന പേരിലാണ് തന്നെ സ്വാഗതം ചെയ്യുന്നത്. ആൻഡ് ഒരു ലക്ഷറി യാട്ടിന്റെ ഭാഗമായിട്ട് മൈക്കിൾ കെയ്ൻ ഉണ്ടായിരുന്നു. അതിന്റെ ബ്രൗഷറും ബ്ലൂ പ്രിന്റുമാണ് കൊടുക്കുന്നത്. ആ ബ്രൗഷറിൽ ഒരു ലക്ഷറി യാട്ടിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഓണർ ഒരു വംബോസിയാണ്. ഇതേ യാട്ടിന്റെ ഫോട്ടോ ആണ് അലക്സാണ്ടറിന്റെ കയ്യിലുണ്ടായിരുന്നത്. സോ ഈ യാട്ടും ജെയ്സണും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ജെയ്സൺ ബോൺ എന്ന് പറയുന്ന ഐഡന്റിറ്റി മാത്രമല്ല, മൈക്കിൾ കെയ്ൻ എന്ന പേരും കൂടെ അങ്ങേർക്കുണ്ട്. ഇതിന്റെ ഇടയിലാണ് മെറി അവളുടെ കണക്ഷൻ വെച്ച് ഒരു കാര്യം കണ്ടുപിടിക്കുന്നത്. ഇവിടെ അടുത്തുള്ള ഒരു മോർച്ചറിയിൽ മൈക്കിൾ കെയ്നിന്റെ ബോഡി ഉണ്ട്. ജെയ്സനാണ് മൈക്കിൾ കെയ്ൻ. അപ്പൊ പിന്നെ മരിച്ചതാരാ, അതാരാന്നും എന്താന്നും കണ്ടെത്താൻ വേണ്ടി ഇവര് നേരെ മോർച്ചറിയിലേക്ക് പോകുന്നു. പക്ഷെ അതിനകത്ത് ബോഡിയില്ല. കെയ്നിന്റെ ബ്രദറാന്നും പറഞ്ഞ് ആരോ കൊണ്ടുപോയിട്ടുണ്ട്. ആൻഡ് ആ ബ്രദറിന്റെ പേര് വംബോസി എന്നായിരുന്നു. തന്റെ കയ്യിലിരിക്കുന്ന ബ്രൗഷറിലെ പേരും മോർച്ചറിയിലെ ബുക്കിലെ പേരും ഒന്നാണ്, വംബോസി. സോ വംബോസിയും ജെയ്സനും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട്. അതെന്താണെന്നറിയാൻ വേണ്ടി വംബോസിയെ തേടിപ്പിടിക്കുന്നു. വംബോസി അത്രയും ഫേമസ് ആയതുകൊണ്ട് തന്നെ അയാളുടെ അഡ്രസ്സ് കണ്ടുപിടിക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാൽ അപ്പോഴാണ് വംബോസിയുടെ മരണവാർത്ത അവരറിയുന്നത്. നാട്ടിലുള്ള സകലമാന പത്രത്തിലും വംബോസിയെക്കുറിച്ചാണ് വാർത്ത. വംബോസി മരിക്കുന്നതിൻ്റെ 3 ആഴ്ചകൾക്ക് മുമ്പ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. തൻ്റെ യാട്ടി വെച്ചിട്ട് ഒരാൾ തന്നെ കൊല്ലാൻ നോക്കിയെന്നും പറഞ്ഞിട്ട്. രക്ഷപ്പെടാൻ വേണ്ടി വംബോസി കൊലയാളിയുടെ മുതുകിലായിട്ട് ഷൂട്ട് ചെയ്തു.
പിന്നീട് അയാൾ വെള്ളത്തിലോട്ട് വീഴുകയും ചെയ്തു, കാണാണ്ടാവുകയും ചെയ്തു. ആൻഡ് തന്നെ കൊല്ലാൻ വന്നവൻ ആരാണേലും ശരി, അയാളൊരു അമേരിക്കൻ അസാസിനാണ്. ചുരുക്കി പറഞ്ഞാൽ ജെയ്സൺ ബോൺ ഒരു അസാസിനാണ്, ഒരു കൊലയാളിയാണ്. എന്തോ കാര്യത്തിനു വേണ്ടി അല്ലെങ്കിൽ ആരോ പറഞ്ഞിട്ട് വംബോസിയെ കൊല്ലാൻ പോകുന്നു. എന്നാൽ തിരിച്ച് ബുള്ളറ്റ് കയറി വെള്ളത്തിലോട്ടാണ് വീഴുന്നത്. അത് മാത്രമല്ല, മൈക്കിൾ കെയ്ൻ എന്ന പേരിലാണ് കൊല്ലാൻ പോയിട്ടുള്ളത്. ഇനിയും തന്നെ കൊല്ലാൻ വേണ്ടി മൈക്കിൾ കെയ്ൻ വരുമോന്നറിയാനാ മോർച്ചറിയിലേക്ക് പോകുന്നതും മരിച്ചതാരാന്ന് ഉറപ്പുവരുത്തുന്നതും. എല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോൾ ജെയ്സൺ ബോൺ ഒരു കൊലയാളിയാണ്. മെറിയുടെ ട്രസ്റ്റ് പതിയെ പതിയെ ഇല്ലാണ്ടാവുന്നു. വിശ്വസിക്കണോ വേണ്ടേ അറിയില്ല. അങ്ങനെ അവർ തിരിച്ച് മോട്ടലിലേക്ക് പോകുന്നു. അവിടെയാണെങ്കിൽ മുഴുവൻ പോലീസാ. ട്രേസ് ചെയ്ത് മോട്ടൽ കണ്ടെത്തി. ആ പോലീസുകാരെ ഫോളോ ചെയ്ത് പ്രൊഫസറുണ്ട് കൂടെ. അങ്ങനെ പോലീസിനെ കണ്ടതും വേഗം തന്നെ അവിടുന്ന് അങ്ങ് പോകുന്നു. അതല്ലാതെ വേറെ മാർഗമില്ല. ഇവളാണെങ്കിൽ ആകെ പേടിച്ചിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് ജെയ്സനെ വിശ്വസിക്കാന്ന് അറിയില്ല. എല്ലാം കൂടെ ആലോചിച്ച് പാനിക്കായ മെറി ഓടി രക്ഷപ്പെടാനാ നോക്കുന്നത്. എന്നാൽ ജെയ്സൺ അവളെ പിടിച്ചു നിർത്തുന്നു. എന്നിട്ട് പറയാണ്, മെറി, എനിക്കറിയാം നീ പാനിക്കാന്ന്. തൽക്കാലം ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. വംബോസിയെ കൊന്നവർ നമ്മളെ കൊല്ലാനും മടിക്കത്തില്ല. അതുകൊണ്ട് സേഫായിട്ടുള്ളൊരു സ്ഥലം കണ്ടെത്തുന്നവരെ നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. എന്നെക്കൊണ്ട് മാത്രമേ എതിർത്ത് നിൽക്കാൻ സാധിക്കുള്ളൂ. എൻ്റെ പൊന്നു ജെയ്സ, എനിക്ക് വയ്യ. തന്നോടുള്ള വിശ്വാസം എനിക്ക് നഷ്ടമായി. എടോ, ഞാൻ എങ്ങോട്ടാന്ന് വെച്ചാൽ തന്നെ സേഫായിട്ട് കൊണ്ടുപോവാം. പക്ഷെ ഇവിടെ വേണ്ട, പ്ലീസ്. ഇതൊക്കെ കേട്ടേക്ക് ഒരു വിധത്തിൽ മെറി അങ്ങ് സമ്മതിക്കുന്നു. ഇതേ സമയം സാമുവല് ആകെ ഭ്രാന്ത് കയറിയിട്ടാണ് നടക്കുന്നത്. അവനും കൂടെ ചേർന്നിട്ടാണ് ത്രെഡ് സ്റ്റോൺ രൂപീകരിച്ചിട്ടുള്ളത്. ഈ ത്രെഡ് സ്റ്റോണിനെ കുറിച്ച് ഒരു മീറ്റിംഗ് വരാനുണ്ട്, അതും തൻ്റെ സീനിയർ ഓഫീസറുമായിട്ട്. അതിൻ്റെ ഇടയിലെങ്ങാനും ജെയ്സന്റെയും വംബോസിയുടെയും കഥ സീനിയർ ഓഫീസർ അറിഞ്ഞ എല്ലാം കയ്യിന്ന് പോവും. ആൻഡ് ഇപ്പോഴും ത്രെഡ് സ്റ്റോൺ എന്താന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ അലക്സാണ്ടർ കഴിഞ്ഞ 6 വർഷത്തിൽ മെറി എവിടെയൊക്കെ താമസിച്ചു എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കുന്നു. ഒരു സ്ഥലം പോലും വിടാണ്ട് സെർച്ച് ചെയ്യാനാ പറയുന്നത്. ഇതേസമയം മെറി ജെയ്സനെയും കൊണ്ടുപോകുന്നത് പഴയൊരു പ്രോപ്പർട്ടിയിലോട്ടാണ്, അതും തൻ്റെ ഫ്രണ്ടായ എയ്മൻ്റെ പ്രോപ്പർട്ടിയിലോട്ട്. അങ്ങേരുടെ കയ്യിലാണെങ്കിൽ അത്യാവശ്യം ക്യാഷ് ഉണ്ട്, പ്രോപ്പർട്ടീസും ഉണ്ട്. അതുകൊണ്ട് ഈ വീട് ഇപ്പം കാലിയാന്നും കരുതി ഡോറും പൊളിച്ചാണ് അകത്ത് കയറുന്നത്. എന്നാൽ ഇവർ വിചാരിച്ചതുപോലെയല്ല. എയ്മനും പിള്ളേരും കൂടെ അങ്ങോട്ട് വരുന്നു. ഇവരോടെന്താ പറയേണ്ടതെന്ന് ഒരു പിടുത്തവുമില്ല. ഡോറടക്കം പൊളിച്ചിട്ടാണ് അകത്ത് കയറിയിട്ടുള്ളത്. എയ്മൻ, ഈ ഒരു രാത്രി ഞങ്ങളിവിടെ സ്റ്റേ അടിച്ചോട്ടെ. ഇതെൻ്റെ ബോയ് ഫ്രണ്ടാ ജെയ്സൺ. ഞങ്ങളൊരു കേസിൽ കുടുങ്ങിയിരിക്കേ, തങ്ങാൻ വേറെ സ്ഥലമില്ല, അതുകൊണ്ടാ. ഇതൊക്കെ കേട്ടേക്ക് എയ്മൻ ഫ്ലാറ്റ് ആവുന്നു. ഇതേ സമയം അലക്സാണ്ടർ ജെയ്സന്റെ മെറിയുടെയും ലൊക്കേഷൻ കണ്ടുപിടിച്ചു. എയ്മന്റെ വീട്ടിൽ മെറി മാസങ്ങളോളം താമസിച്ചിട്ടുണ്ട്, അതും 97-ല്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതായിരിക്കാം ലൊക്കേഷൻ എന്നൊക്കെയാണ് അലക്സാണ്ടർ പറയുന്നത്. പറയാന്ന് മാത്രമല്ല, പ്രൊഫസർ എന്ന ഏജന്റിനെ അങ്ങോട്ടാണ് പറഞ്ഞേക്കുന്നത് മെറീനെയും ജെയ്സനെയും തീർക്കാനായിട്ട്. അങ്ങനെ രാത്രിയായി. ജെയ്സൻക്കാണെങ്കിൽ ഉറക്കം കിട്ടുന്നില്ല. എയ്മന്റെ പിള്ളേരും കൂടി ഉണ്ട് ഇവിടെ. ഇവൻ കാരണം അവർക്ക് എന്തേലും പറ്റുമെന്നും വിചാരിച്ചിട്ടാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത്. അവനാകെ കയ്യിന്ന് പോയിട്ടാണ് ഇരിക്കുന്നത്. മെറി, എൻ്റെ പാസ്റ്റ് എന്തു തന്നെയായാലും എനിക്കതറിയണ്ട. ഞാനൊരു അസാസിനാന്ന് പറയുമ്പോൾ ഞാൻ അത്രയും വലിയ കൊലയാളിയല്ലേ. ഞാൻ എന്തൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ടാവും. ഇതൊക്കെ കേട്ടിട്ട് മെറിക്കാണെങ്കിൽ എന്താ പറയേണ്ടതെന്നറിയില്ല. അവൻ ആരായിരുന്നു എന്നതല്ല, അവനിപ്പോൾ എന്ത് ചെയ്യുന്നു അതിലാണ് കാര്യം. അങ്ങനെ രാവിലെയായി. അപ്പോഴാണ് എയ്മൻ്റെ പട്ടീനെ അങ്ങ് മിസ്സാവുന്നത്. ഇതറിഞ്ഞപാട് ജെയ്സന് എന്തൊക്കെയോ പന്തികേട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അവനൊന്നും നോക്കിയില്ല. എല്ലാവരോടും ബേസ്മെൻറ്റിൽ പോയിട്ട് ഒളിച്ചിരിക്കാനാ പറയുന്നത്. ആ കുട്ടികൾക്കോ മെറിക്കോ എയ്മനോ ഒന്നും സംഭവിക്കാൻ പാടില്ല. എയ്മനാണെങ്കിൽ ആകെ കിളി പോയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ജെയ്സൺ എയ്മൻ്റെ പഴയൊരു ഗണ്ണെടുക്കുന്നു. എന്നിട്ട് ആരും വീടിന് നേരെ സ്നൈപ്പ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി വലിയൊരു ബ്ലാസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ സ്മോക്ക് കാരണം എയിം ചെയ്യാനും പറ്റുന്നില്ല. സോ കൊല്ലാൻ വന്നിരിക്കുന്ന പ്രൊഫസർ ആകെ കുടുങ്ങിയിരിക്കുകയാണ്. വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു മലയുടെ മുകളിലാണ് പ്രൊഫസർ. ഇത് മനസ്സിലാക്കിയ ജെയ്സൺ വേഗം തന്നെ അങ്ങോട്ട് പോകുന്നു. പ്രൊഫസറാണെങ്കിൽ ഷൂട്ട് ചെയ്യാനായിട്ട് കുറേ ശ്രമിക്കുന്നുണ്ട്, എന്നാൽ യാതൊരു കാര്യമില്ല. പക്ഷെ ജെയ്സൺ ഒറ്റ വെടിക്ക് അങ്ങേരുടെ കാര്യത്തിലൊരു തീരുമാനമാക്കുന്നു. അത്രയും വലിയ ഷാർപ്പ് ഷൂട്ടറാണ് സാക്ഷാൽ ജെയ്സൺ ബോൺ. എടോ, താൻ ആരാ? എന്തിനെന്നെ കൊല്ലാൻ നോക്കുന്നത്? തൻ്റെ കൂടെ ആരൊക്കെയുണ്ട്? ജെയ്സൺ ബോൺ, ഞാൻ ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്യാറ്. സോറി, നമ്മളൊറ്റയ്ക്കാണ് വർക്ക് ചെയ്യാറ്. ഞാനും താനും ഒരേപോലെയാണ്. നിന്നെ തീർക്കാൻ ത്രെഡ് സ്റ്റോൺ ആണ് പറഞ്ഞത്. നമുക്കെല്ലാവർക്കും ടാസ്ക് തരുന്ന അതേ ത്രെഡ് സ്റ്റോൺ. ത്രെഡ് സ്റ്റോണോ എന്ന് വെച്ചാൽ എന്താ? ജെയ്സൺ, തനിക്ക് ഇടയ്ക്കിടക്ക് തലവേദന വരാറുണ്ടോ? ഇത് കേട്ടേക്ക് ഇവനാണെങ്കിൽ ആകെ ഞെട്ടിയിരിക്കുകയാണ്. ജെയ്സന്റെ തലയിൽ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒരേ ഒരു കാര്യം തലവേദനയാണ്. ആൻഡ് എന്താണ് ത്രെഡ് സ്റ്റോൺ? അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നതിന് മുമ്പ് ഏജന്റ് പ്രൊഫസർ കൊല്ലപ്പെടുന്നു. അങ്ങനെ ജെയ്സൺ ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയാണ്ട് അങ്ങേരുടെ ബാഗ് എടുക്കുന്നു, തിരിച്ചു വരുന്നു. വരികയെന്ന് മാത്രമല്ല
എയ്മനെയും മെറീനെയും അവിടുന്ന് പറഞ്ഞേക്കുന്നു. ഇനിയും മെറീനെ കൂടെ നിർത്താന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ്. മെറി, നീ പോവാൻ നോക്ക്, എൻ്റെ കൂടെ നിന്നാൽ ചിലപ്പോൾ ജീവന് തന്നെ ആപത്തായേക്കും എന്നും പറഞ്ഞ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസയുടെ 1/4 ഭാഗവും മെറിക്ക് കൊടുക്കുന്നു. അവരിങ്ങോട്ട് വരുന്നതിന് മുമ്പ് എടുത്തു വച്ച ക്യാഷും കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഈ പണം നിനക്കുള്ളതാ, എത്രയും വേഗം രാജ്യം വിടാൻ നോക്ക്, ഈ പൈസയും കൊണ്ട് പുതിയൊരു ലൈഫ് ഉണ്ടാക്ക്. ഇവളാണെങ്കിൽ പോവില്ല എന്നും പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട്. എന്നാൽ ജെയ്സൺ സമ്മതിക്കുന്നില്ല. അങ്ങനെ മെറിയും എയ്മനും കൂടെ യാത്ര തിരിച്ചു. ഇതേ സമയം ജെയ്സൺ മരിച്ച പ്രൊഫസറുടെ ബാഗ് ഒന്ന് ചെക്ക് ചെയ്യുന്നു. നോക്കുമ്പോൾ കുറച്ച് ടൂൾസും ഉണ്ട്, ഒരു ഫോണും ഉണ്ട്. ഇവൻ അപ്പം തന്നെ അതിൽ നിന്ന് റീഡയൽ ചെയ്യുന്നു. ആ കോള് പോകുന്നത് ത്രെഡ് സ്റ്റോണിലോട്ടാണ്. ആൻഡ് അവിടുന്ന് നേരെ അലക്സാണ്ടറിലേക്ക്. ഹലോ ജെയ്സൺ, നിങ്ങളാരാ, എന്തിനെന്നെ കൊല്ലാൻ നോക്കുന്നത്? എല്ലാം നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, നാളെ കൃത്യം 5:30 നീ പാരീസിൽ ഉണ്ടായിരിക്കണം, അതും ഞാൻ പറയുന്ന എക്സാക്ട് ലൊക്കേഷനിൽ. ഒറ്റയ്ക്ക് വേണം വരാൻ എന്നും പറഞ്ഞ് ഫോണങ്ങ് കട്ട് ചെയ്യുന്നു. പിന്നിങ്ങേര് വെറുതെ ഇരിക്കോ, ജെയ്സനെ കാണാൻ പോകുന്നു. അപ്പോഴാണ് സാമുവൽ ഒരു കാര്യം പറയുന്നത്. അലക്സാണ്ടർ, ഇതിലും നീ സോൾവ് ചെയ്തില്ലെങ്കിൽ എന്താ നടക്കുകയെന്ന് ഞാൻ പറയണ്ടല്ലോ. സർ, എല്ലാം ഞാൻ ശരിയാക്കി തരാം എന്നും പറഞ്ഞ് പാരീസിലോട്ടാണ് പോകുന്നത്. ഒറ്റയ്ക്ക് വരാനാണ് പറഞ്ഞിരുന്നത്, എന്നാൽ ചുറ്റിനും തൻ്റെ ആളുകളുണ്ട്. ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജെയ്സൺ ബോൺ. അങ്ങനെ ജെയ്സൺ അലക്സാണ്ടറിനെ വിളിക്കുന്നു. എടോ, തന്നോട് ഒറ്റയ്ക്ക് വരാനല്ലേ പറഞ്ഞ്, എന്നിട്ട് താൻ എന്താ ചെയ്തിരിക്കുന്നത് എന്നും പറഞ്ഞ് ഫോണും കട്ട് ചെയ്ത് പുള്ളിക്കാരൻ പോകുന്നു. ഇതൊക്കെ കാണുമ്പോൾ അലക്സാണ്ടറിനാണെങ്കിൽ ഭ്രാന്ത് കയറുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജെയ്സൺ അലക്സാണ്ടറിൻ്റെ വണ്ടിയുടെ അടിയിലായിട്ട് ആരോ അറിയാണ്ട് ട്രാക്കർ വെക്കുന്നത്. അങ്ങനെ അലക്സാണ്ടർ യാത്ര തിരിച്ചു, അതും നിക്കിയെ കാണാൻ. എത്രയും വേഗം ത്രെഡ് സ്റ്റോൺ ഇല്ലാണ്ടാക്കണം. കാരണം വംബോസിയുടെ മരണം കാരണം എപ്പോഴാണ് ചെക്കിങ് വരികയെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ത്രെഡ് സ്റ്റോൺ നശിപ്പിക്കാൻ പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റ്, ഫയലുകൾ എന്ന് വേണ്ട സകലമാന സാധനങ്ങളും നശിപ്പിക്കാൻ പറയുന്നു. ഇതിൻ്റെ ഇടയിലാണ് കാസിൽ എന്ന് പറയുന്ന 4ാമത്തെ ഏജന്റിനെ ആരോ വിളിക്കുന്നത്. അങ്ങനെ രാത്രിയായി. റിക്കിയെ കാണാൻ പോവുകയാണ് അലക്സാണ്ടർ. ട്രാക്കർ വെച്ചതുകൊണ്ട് ജെയ്സന് കാര്യങ്ങളെല്ലാം ഈസിയായി. എന്നാൽ നിക്കിയുടെ ബിൽഡിങ്ങിൽ ധാരാളം ഗാർഡ്സിനെയാണ് അലക്സാണ്ടർ നിർത്തിയിട്ടുള്ളത്. അങ്ങനെ ഗാർഡ്സിന്റെ ശ്രദ്ധ തെറ്റിക്കാനായിട്ട് അവിടെയുള്ള മുഴുവൻ കാറുകളുടെയും അലാം ഒരേ സമയത്ത് സെറ്റ് ചെയ്യുന്നു. ഇത് കണ്ടേക്ക് ഇവരാണെങ്കിൽ ആകെ അന്താളിച്ച് നിൽക്കുകയാണ്. ആ ഒരു ഗ്യാപ്പിൽ പിടിച്ച് മേളിലോട്ടാണ് പോകുന്നത്. അങ്ങനെ അകത്ത് കയറുന്നു, ഫ്യൂസ് ഊരുന്നു. അലക്സാണ്ടർ ആണെങ്കിൽ ഗണ്ണും കൊണ്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ആ സമയത്താണ് ജെയ്സൺ അങ്ങോട്ട് വരുന്നത് വിത്ത് ഗണ്ണ്. ഇങ്ങേർക്ക് ഡ്രോപ്പ് ചെയ്യാന്നല്ലാണ്ട് വേറെ ഓപ്ഷനില്ല. പറയടോ, താൻ എന്തിനാ എന്നെ കൊല്ലാൻ നോക്കുന്നത്? എന്താണ് ഈ ത്രെഡ് സ്റ്റോൺ? അപ്പോഴാണ് ഇവൻ്റെ ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ട കാര്യം പുള്ളിക്കാരനറിയുന്നത്. എടാ, നീ ആരാന്നറിയോ? US ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടി, 30 മില്യൺ വെറുത്ത് വരുന്ന വലിയൊരു വെപ്പൺ. ത്രെഡ് സ്റ്റോൺ എന്ന് പറയുന്നത് ഒരു പ്രോജക്റ്റാണ്, വെപ്പൺ പ്രോജക്റ്റ്. നിന്നെ പോലെയുള്ള ആളുകളെ തെരഞ്ഞെടുത്ത് ബ്രെയിൻ വാഷ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മാരക വെപ്പൺ. അതാണ് നീ, അതാണ് ത്രെഡ് സ്റ്റോൺ. US ഗവൺമെൻറ്റിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു അസാസിൻ. നിന്നെ പോലെയുള്ള അസാസിൻസ് കുറേയുണ്ട്. അതിൽപ്പെട്ട ആൾക്കാരാ മേൻഹയം പ്രൊഫസർ. അവർക്കറിയാവുന്ന ഏക കാര്യം കൊല്ലുക എന്നുള്ളത് മാത്രമാണ്. എന്നാൽ നീ മാത്രം എന്താടാ ഇത്രയും ഡിഫറൻ്റ് ആവുന്നത്? താൻ എന്തിനാ വംബോസിയെ കൊല്ലാനേൽപ്പിച്ച്? വംബോസിയെ കൊല്ലാനോ? അവനെ കൊല്ലാൻ നിന്നെ ഏൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് വേണമെങ്കിൽ നിക്കിക്കും ചെയ്യാം. എന്നാൽ ഒരു പ്രശ്നമുണ്ട്, നമ്മളാണ് ചെയ്തതെന്ന് ആരും അറിയാൻ പാടില്ല. വംബോസിയുടെ ആളുകൾ തന്നെയാണ് വംബോസിയെ കൊന്നതെന്ന് വരുത്തി തീർക്കണം. അതിനാ നിന്നെ ചൂസ് ചെയ്ത്. അതിനുവേണ്ടി നീയാണെങ്കിൽ മൈക്കിൾ കെയ്ൻ എന്ന പേര് സ്വീകരിക്കുന്നു, വംബോസിയുമായിട്ട് കണക്ഷൻ വെക്കുന്നു, യാട്ട്, ഡേറ്റ് എന്ന് വേണ്ട സകലതും നീയാണ് തെരഞ്ഞെടുത്ത്. നിന്റെ പ്ലാൻ പ്രകാരമാണ് അവനെ കൊല്ലാൻ പോയതും. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങേർക്കാണെങ്കിൽ ഓർമ്മകൾ ഓരോന്നായിട്ട് തിരിച്ചു വരുന്നു. വംബോസിയുടെ യാട്ടിൽ 5 ദിവസമാണ് ഒളിച്ചിരുന്നത്. കൃത്യമായിട്ടുള്ള സമയം വന്നപ്പോൾ കൊല്ലാൻ വേണ്ടി ഗണ്ണെടുക്കുന്നു. എന്നാൽ ആ യാട്ടിൽ വംബോസിയുടെ മക്കളുണ്ടായിരുന്നു. അവരുടെ കൺമുന്നിൽ വെച്ച് അച്ഛനെ കൊല്ലുക എന്ന് പറയുമ്പോൾ അവനെ കൊണ്ട് പറ്റുന്നില്ല. ബാക്കിയുള്ള ഏജന്റുമാരിൽ നിന്നും ജെയ്സൺ ബോൺ വളരെ ഡിഫറൻ്റ് ആയിരുന്നു. ബാക്കിയുള്ളവരെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് കൊല്ലാൻ വേണ്ടിയുള്ള മെഷീനായിട്ടാണ്. പക്ഷെ ജെയ്സൺ അങ്ങനെയല്ല. സോ യാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അപ്പോഴാണ് വംബോസിയുടെ ആളുകൾ ഷൂട്ട് ചെയ്യുന്നതും അവൻ വെള്ളത്തിൽ പോകുന്നതും. ഇതൊക്കെ ആലോചിച്ചിട്ടാകെ ഭ്രാന്ത് കയറുന്നുണ്ട് ജെയ്സന്. അങ്ങനെ ജെയ്സൺ 4 പൊട്ടിക്കുന്നു. എന്നിട്ട് പറയാണ്, നിന്റെ മേലുദ്യോഗസ്ഥന്മാരോട് പറഞ്ഞേക്ക് ജെയ്സൺ ബോൺ മരിച്ചു എന്ന്. ഇനി എൻ്റെ പിന്നാലെ വന്ന നിന്നെ ഞാനങ്ങ് തീർക്കും. ആ പഴയ ലൈഫിലേക്ക് ഞാനില്ല എന്നും പറഞ്ഞ് പോവാനിരിക്കുമ്പോഴാണ് ഗാർഡ്സ് എല്ലാം കൂടെ അങ്ങോട്ട് വരുന്നത്. പിന്നെ ജെയ്സൺ ഒന്നും നോക്കിയില്ല. ഗംഭീര ഫൈറ്റാണ് കാഴ്ചവെക്കുന്നത്. ഒരുത്തനെയും കൊന്ന് അവൻ്റെ ഗണ്ണെടുത്ത് തിരിച്ചു പിടിച്ച് പടാന്നാണ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് അടിയിന്ന് ഒരുത്തൻ മെഷീൻ ഗണ്ണും കൊണ്ടുവരുന്നത്.
ഇത് കണ്ടേക്ക് വേഗം തന്നെ മരിച്ചവൻ്റെ പുറത്ത് കയറി ഒരൊറ്റച്ചാട്ടം. താഴേക്ക് പോകുന്ന വഴിക്ക് മേളിലേക്ക് കയറി വരുന്നവനെ തീർക്കുന്നു. അങ്ങനെ താഴെ എത്തി. എന്തോ ഭാഗ്യത്തിന് അധികം പരിക്കുകളൊന്നുമില്ല. എന്നാൽ ഈ സമയത്താണ് ഏജന്റ് കേസിൽ വരുന്നത്. പക്ഷേ ജെയ്സനെ തീർക്കാനല്ല, അലക്സാണ്ടറിനെ കൊല്ലാനാ വന്നിരിക്കുന്നത്. കാരണം ത്രെഡ് സ്റ്റോണിന്റെ രഹസ്യം, ജെയ്സൺ ബോണിന്റെ കാര്യം, ഇതൊന്നും പുറത്തറിയാൻ പാടില്ല. വംബോസിയുടെ കൊലപാതകം കാരണം ആകെ നൂലാമാലയിട്ടാണ് ഇരിക്കുന്നത്. അലക്സാണ്ടറിനെ കൊല്ലാന്നല്ലാണ്ട് സാമുവലിന് വേറെ ഓപ്ഷനില്ല. ആൻഡ് ത്രെഡ് സ്റ്റോൺ എന്ന് പറയുന്ന പ്രോഗ്രാം ഷട്ട് ഡൗൺ ചെയ്യുന്നു. പകരം ബ്ലാക്ക് ബ്രയർ എന്ന് പറയുന്നൊരു മാരക പ്രോഗ്രാമാണ് അവൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി എന്തൊക്കെ നടക്കുമെന്നുള്ളത് ദൈവത്തിനറിയാം. അങ്ങനെ എല്ലാം അവസാനിച്ചു. തനിക്ക് കിട്ടിയ ക്യാഷും കൊണ്ട് ചെറിയൊരു ബിസിനസ് ആരംഭിച്ചിരിക്കുകയാണ് മെറി. അവളെയും തെരഞ്ഞുപിടിച്ച് ജെയ്സൺ അങ്ങോട്ട് പോകുന്നു. അവരൊന്നിക്കുന്നു. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഈ ഒരു സിനിമ അങ്ങ് അവസാനിക്കുന്നത്. പക്ഷെ അപ്പോഴും ബ്ലാക്ക് ബ്രയർ എന്ന് പറയുന്ന വലിയൊരു പ്രോഗ്രാമാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതെന്താണെന്നും ഏതാണെന്നും അറിയണമെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും അങ്ങനെ ഒരുപാട് പാർട്ടുകൾ കാണേണ്ടി വരും. സോ അതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.